നിങ്ങൾ ഈ ബിജെപിയെ വളർത്തിക്കൊണ്ടുവരാൻ ഏത് കാലത്തും അവന്റെ പിറകിൽ നിന്നവരാണ്. അല്ലെന്ന് പറയോ? ഇതാ നിങ്ങൾ എഴുതി വെച്ചോളൂ. കേരളത്തിൽ അതിന്റെ കൂട്ടുകെട്ട് തുടങ്ങുകയാണ്. ആ കൂട്ടുകെട്ട തൃശ്ശൂരിലെ കൂട്ടുകെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിസ്സാരമാണെന്ന് വിചാരിക്കണ്ട. തൃശ്ശൂരിൽ വിട്ടുകൊടുക്കുന്ന CPI-ക്കാണ്. കാലുവാരാ സുഖാണ്. CPI-ക്കാരുടെ സീറ്റ് കൊടുക്കും. ബിജെപിയുമായി സഖ്യം ചെയ്യും. എന്താ തൃശ്ശൂർ സഭ സഖാക്കള് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പറയാണ്, വള്ളിക്കുന്ന് നിന്ന് പറയാണ്. അതൊക്കെ വെറുതെ ലീഗുകാർ പറയണതല്ലേ. ഒരു ലീഗുകാർ വെറുതെ പറയണമല്ല. നിനക്കത് ഇഷ്ടമല്ല എന്ന് സഖാബിന്റെ ഉള്ളറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നേതാക്കന്മാര് നിങ്ങൾക്ക് പിണറായി വിജയൻ എന്നല്ലേ പേര്, മുമ്പേ മോളെ പേര് വീണാന്നല്ലേ അല്ലേ? അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ടുകൊടുക്കാതെ രക്ഷ ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ലാഷക്കബീഗി. ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങൾക്ക് വീണനെ കിട്ടണോ? തൃശ്ശൂർ കൊടുക്കൂലേ? വീണ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു ത്യാഗങ്ങളും ചെയ്യാൻ വേണ്ടി പറയും. SFIക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടില്ല, പാർട്ടി യോഗങ്ങളിൽ പോയി മഹിളാ ക്ലാസുകൾ എടുത്തിട്ടില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ കടന്നാലും തിരക്കടില്ല. ദയവ് ചെയ്ത് രാജ്യത്തെ ഒട്ടുകൊടുക്കരുത് CPM-കാരാ തൃശ്ശൂരിൽ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. അവിടേക്ക് SFIയോ എന്താ പറഞ്ഞത്? ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ? കോടതിയിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? നിങ്ങൾ ഈ കോടതിയെ വാദിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ? നിങ്ങൾ ചെറിയ വക്കീല വൈദ്യനാഥൻ. ഒരു സിറ്റിംഗിന് നിങ്ങൾ കൊടുത്തത് 50 ലക്ഷം റുപ്യാണ്. നിങ്ങൾ ഞങ്ങളൊക്കെ കുടുക്കി. എന്റെ പേരിൽ കുറെ കേസുകൾ എടുത്തു. നമ്മൾ വക്കീലിനായിട്ട് നടക്കുകയാണ്. നമ്മളെ കയ്യിലെ പൈസയാണ്. പാർട്ടിയുടെ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. 10 റുപ്യ. കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയല്ല എന്റെ കേസ് നടത്തേണ്ടത്. എന്റെ പേരിൽ അഴിമതിയുടെ പേര് വന്നാൽ ആ അഴിമതിയിൽ നിന്ന് മോചിതനായിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാ കേസ് നടത്തിയത്. 1 റുപ്യ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. ഇത് എന്റെ സുഹൃത്ത് നവാസ് ഇവിടെ ഉണ്ട്, നേതാക്കന്മാരുണ്ട്, അറിയോ നിങ്ങള്? 1 റുപ്യ വാങ്ങിയിട്ടില്ല. ഞാൻ പൈസ കൊടുത്തിട്ടാ കേസ് നടത്തിയത്. എന്നാൽ നിങ്ങളെ മോളെ കേസ് നടത്താൻ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ? 50 ലക്ഷം കൊടുത്തു. അവിടെ മാത്രമല്ല, കർണാടകയിലെ വക്കീൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് പി ദത്താർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ്. 50 ലക്ഷത്തിന് നിൽക്കൂല. ആ 2 കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ 2 കേസുകളും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ. എന്താ അവർ പറഞ്ഞത്? കോടതി ചോദിച്ച ഒരു ചോദ്യം എന്താ? നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയം എന്നാണ്? എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടിയെന്നാണ്? എനിക്ക് വലിയ ഇഷ്ടമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ? ഇന്നലെ എന്താണെന്നറിയോ? ഈ പറയുന്ന വക്കീല് കർണാടക കോടതിയിൽ പറയാൻ, പുലി പോലത്തെ വക്കീലാണ്. അയാൾ പറയാൻ, ഈ കേസ് SFIക്ക് ഏൽപ്പിക്കരുത്. എന്നിട്ട് രണ്ടാമത് പറയാൻ, എന്താ കാര്യമെന്ന് കോടതി ചോദിച്ചപ്പോ, അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ടല്ലേ പിണറായി വിജയ? മോളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടല്ലേ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് MLA ആയിരുന്ന എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിലടക്കണമെന്ന് കരുതിയിട്ട് എന്റെ പിറകിൽ കൂടിയ പോലീസിനെ തുള്ളി മാറിയാണ് ഞാൻ ആ സമയത്ത് മാറി നിന്നത്. എനിക്കറിയാം അന്നത്തെ ഓട്ടത്തെക്കുറിച്ച്, നിങ്ങൾ പീഡിപ്പിച്ച പീഡനത്തെക്കുറിച്ച്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് 4 കേസെടുക്കുമ്പോഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒരു ജനം ഇവിടെ ഇരിക്കുന്ന ഈ ലീഗുകാരില്ലേ, അവരല്ലേ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്? അവരല്ലേ എന്നോട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത്? അവരല്ലേ എനിക്ക് സ്ഥാനം തന്നത്? അവരല്ലേ എന്നെ MLA ആക്കിയത്? എന്തിനാ MLA ആക്കിയത്? നിയമസഭയിൽ പോയിട്ട് മേപ്പട്ടോക്കി ഉറങ്ങി കിടക്കാനാണോ? അല്ലല്ലോ. അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. 2020 ഇന്നലെ കർണാടകയിലെ കോടതി ആ വിധിന്യായം പുറത്തു വരുമ്പോ എനിക്കൊരു ഉൾപ്പൊളകമുണ്ട്. എന്തെന്നറിയുമോ? എന്റെ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു, കണ്ടോ, ഇതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ വാക്ക് പറഞ്ഞത്. 2020 കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാണു കള്ളൻ, നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ. 24 ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത്. ചെവിയിൽ നുള്ളി കാത്തിരുന്നോ CPM-കാരാ? ഈ കട്ടുകൊണ്ടുപോയ മുതല് മക്കൾക്കും മരുമക്കൾക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഓർത്തോ, ആയുസ്സുണ്ടെങ്കിൽ. അതിനിടയിൽ നിന്റെ കിങ്കരന്മാർ ഞങ്ങളെ ജീവൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. ഈ കട്ടവനെ കൊണ്ട് അതവിടെ കൊണ്ടുപോയി ഖജനാവിൽ വെപ്പിക്കുന്നത് വരെ ഞങ്ങൾ സമരം. അല്ലാതെ വേറെ ചില സമരങ്ങളുണ്ട്. എന്താ പരിപാടി? ഭരണം കിട്ടുന്നവരെ വമ്പിച്ച വർത്താനം. എന്നിട്ട് ഭരണം കിട്ടിയാലും മിണ്ടാതിരിക്കുന്ന രീതി ഉണ്ടാവും അല്ലേ? അതെന്നെ ഉണ്ടാവില്ല. ഉറപ്പിച്ചു പറ്റോ, ഞങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് ഉറപ്പിച്ചു. എന്തൊക്കെ എനിക്ക് പ്രയാസമൊന്നുമില്ല. 4 കൊല്ലം അറിയോ നിങ്ങള്? 4 കൊല്ലം നിയമസഭയുടെ അകത്ത് MLA ആയി കണ്ണൂരിൽ നിന്ന് പോകണം. 1 ഉറുപ്പ്യ ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കണമെങ്കിൽ കീശന്ന് എടുക്കണം. ഒരു ആനുകൂല്യം തന്നില്ല. എന്തിന്റെ പേരില്? ഞാൻ കണ്ണൂരിൽ നിന്ന് CPM-ന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചതിന്റെ പേരിൽ മാത്രം, നിങ്ങളുടെ മുഖത്ത് നോക്കി നേര് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഏകദേശം 10-60 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം ഗവൺമെന്റ്. ഇപ്പോഴും കേസിൽ കുടുക്കി വെച്ചതാണ്. ഞാൻ ഒരുപക്ഷെ എന്നെ കൊടുക്കാൻ കാരണങ്ങളുണ്ട്. കാരണം ഞാനൊരു തെറിച്ച രീതിയാണ്, പലതും വിളിച്ചു പറയും, മോത്തോക്കി പറയും. അതുകൊണ്ട് എന്നെ കേസ് കുടുക്കിക്കോ. പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ്? അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച്? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം മന്ദിയാമങ്ങളിൽ വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം?
അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. ഇതൊന്നും മനസ്സിൽ ഓർക്കാതെ നിൽക്കുന്നില്ല സി പി എമ്മുകാരാ. എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ചോരയില്. ഓർത്തു വെച്ചോ നിങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്ത, പക്ഷെ ഞാൻ എനിക്കുന്ന അഭിമാനമുണ്ടോ? കോടതിയിൽ പോയിട്ട് മോങ്ങിക്കരയുന്ന വീണയുടെ വക്കീലല്ല ഞാനെന്ന് പറയുന്നത്. ഓർത്തോ നീ? അറസ്റ്റിന് ഭയമുണ്ടത്രേ, അറസ്റ്റിന്. പക്ഷെ ഇന്ന് വരെ ഒരു വാക്ക് ഞാൻ കോടതിയിൽ എന്റെ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല. എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല. വരട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു. കാര്യം എന്താ അറിയോ? പിണറായി വിജയ മടിയിൽ കനല്ല, കട്ടുകൂട്ടിട്ടില്ല. മനസ്സിലായോ? ഈ മനുഷ്യരുടെ പണം എടുത്തിട്ട് കുടുംബം പോറ്റിയിട്ടില്ല. അതിന്റെ ഫലമാണ്. അതുകൊണ്ട് ഇപ്പോ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി? എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കോടതി പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് വിറക്കേണ്ടി വരും. കാരണം നിങ്ങൾ ചെയ്തു വെച്ച പാതകങ്ങൾ അത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല, യാതൊരു പ്രയാസമില്ല, യാതൊരു പ്രശ്നം